السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയുടെ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിലെ റമളാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം വായിക്കുന്നത്. അതിൽ അവസാനത്തെ 10 അമലുകളുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന അമലുകളും അതുപോലെ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമെല്ലാമാണ് പറഞ്ഞത്. അതിനെ തുടർന്ന് മജ്ലിസു അൽ ഖാമിസിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞ ഭാഗമാണ് വായിച്ചു നിർത്തിയത്. അതിനെ തുടർന്ന് വായിക്കാം. قالت عائشة رضي الله عنها للنبي صلى الله عليه وسلم. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, അല്ലെങ്കിൽ ചോദിക്കുകയുണ്ടായി, അറഅയ്ത ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദർ മാ അഖൂലു ഫീഹാ. എനിക്ക് ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് ലൈലത്തുൽ ഖദർ ഏതാണ് മനസ്സിലാക്കിയാൽ ലൈലത്തുൽ ഖദറിലായി, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ് പറയേണ്ടത്, അഥവാ ഞാൻ എന്താണ് പ്രത്യേകമായി ദുആ ചെയ്യേണ്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഖൂലി, നീ പറയുക, അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ, നീ അഫുവാണ്, തുഹിബ്ബുൽ അഫ്വ, അഫുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്, ഫഅഫു അന്നി, എന്നോട് നീ അഫു കാണിക്കണമേ. ഇതുവരെ നമ്മൾ വായിച്ചത്. അഫു എന്നുള്ളതിന് മലയാളത്തിൽ വിട്ടുവീഴ്ച എന്നെല്ലാമാണ് പൊതുവെ ഉപയോഗിക്കാറുള്ള പദം. പാപങ്ങൾ പുറത്തു നൽകുന്നതിനും ഒഴിവാക്കി കൊടുക്കുന്നതിനൊക്കെ ആശയം ഉപയോഗിക്കാറുണ്ട്. ഇനി എന്താണ് അഫു എന്നുള്ളതിന്റെ അർത്ഥം എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ഒന്നുകൂടി വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അൽ അഫ്വു മിൻ അസ്മാഇല്ലാഹി തആല. അഫ്വു എന്നുള്ളത് അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്. അള്ളാഹുവിന്റെ ഒരു നാമമാണ് അൽ അഫ്വു എന്നത്. വഹുവൽ മുതജാവിസു അൻ സയ്യിആതി ഇബാദിഹി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടിമകളുടെ തെറ്റുകളിൽ, പാപങ്ങളിൽ വിട്ടുവീഴ്ച നൽകുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. വിട്ടുകൊടുക്കുന്നവൻ, അതിനെ ഒഴിവാക്കി കൊടുക്കുന്നവൻ. അതോടൊപ്പം തന്നെ അൽമാഹി ലി ആസാരിഹ അൻഹും, അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു, ഒഴിവാക്കി കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, ആ പാപത്തിന്റെ അനന്തരഫലങ്ങൾ അവനിൽ നിന്ന് മായ്ച്ചു കളയുകയും ചെയ്യുന്നവനാണ് അൽ അഫു എന്നുള്ളത്. അതായത് ഗഫൂർ എന്നുള്ളതിനെ പൊതുവെ അർത്ഥം പറയാറുള്ളത് മറച്ചു വെക്കുക എന്നുള്ളതാണ്. പാപം മറച്ചു വെക്കുന്നവനാണ്, പാപങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി കൊടുക്കുന്നതിനേക്കാൾ അത് മറച്ചു വെക്കുന്നവനാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഗഫൂർ എന്ന് പറയാറുള്ളത്. പുറത്തു കൊടുക്കുമെങ്കിലും മറച്ചു വെക്കുക എന്നുള്ളതാണ്. മിഗ്ഫർ, ഹെൽമെറ്റിനൊക്കെ പറയുന്ന പോലെ മറച്ചു വെക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ അഫു എന്നുള്ളതിന് അത് മായ്ച്ചു കളയുന്നു എന്ന, അതിനേക്കാൾ ഒന്നുകൂടിയും ഖാസ ആയിട്ടുള്ള ആഴത്തിലുള്ള അർത്ഥമാണ്. ഗഫൂർ, ഗഫാർ എന്നുള്ള ഈ ആശയങ്ങളെക്കാൾ ഒന്നുകൂടി ആഴത്തിലുള്ള ആശയമാണ് അൽ അഫു എന്നുള്ളതിന്. ചില പണ്ഡിതന്മാർ അഫു എന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഉപമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരുഭൂമിയിലൂടെ ഒരാൾ നടന്നു പോവുകയാണ് എങ്കിൽ ആ നടക്കുന്ന സമയത്ത് ആ മരുഭൂമിയിൽ അവന്റെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ പാപങ്ങൾ ചെയ്തതിന്റെ അനന്തര അടയാളങ്ങൾ, അല്ലെങ്കിൽ അനന്തര ഫലങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും, അല്ലെങ്കിൽ അത് ചെയ്തവനാണ് എന്ന നിലക്കുള്ള ഒരു അടയാളം അവിടെ ഉണ്ടാകും. എന്നാൽ ആ മണൽത്തരികൾ, അവൻ നടന്നു വന്ന കാൽപ്പാടുകൾ പതിച്ചിട്ടുള്ള ആ മണൽത്തരികളിലേക്ക് വീണ്ടും ഒരു മണൽക്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ഒരാൾ നടന്നു പോകുന്ന ഒരടയാളവുമില്ലാതെ പഴയ പോലെ തന്നെ, പൂർണ്ണമായി പഴയതുപോലെ ഒരാളും നടന്നു പോയ അടയാളം ഒന്നും ബാക്കിയില്ലാതെ ആ മണൽക്കാറ്റ് അതിനെ ആക്കി വെക്കും. അതുപോലെ ഒരാളുടെ പാപത്തിന്റെ അനന്തര ഫലങ്ങളെയും അടയാളങ്ങളെയും എല്ലാം മായ്ച്ചു കളയുന്നവനാണ് അൽ അഫുവ് എന്ന് ഉലമാക്കൾ ആ ആശയത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ പാപങ്ങളെ മായ്ച്ചു കളയുന്നവൻ, അതിന്റെ ഒരു അസറ് പോലും ബാക്കിയില്ലാതെ മായ്ച്ചു കളയുന്നവനാണ് അഫ്. അപ്പൊ ഈ ദുആയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അഫ്വിനെ ചോദിക്കുകയാണ്. അങ്ങനെ പാപങ്ങളെ, ചെയ്തു പോയ തെറ്റുകൾ, അബദ്ധങ്ങളെല്ലാം മായ്ച്ചു തരണമേ എന്നും
തുഹിബ്ബുൽ അഫ്വ, അഫ്വിനെ നീ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, വഹുവ യുഹിബ്ബുൽ അഫ്വ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇഷ്ടപ്പെടുന്നവനാണ്. പാവങ്ങൾ പുറത്തു കൊടുക്കാനും മായ്ച്ചു കൊടുക്കാനും അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹു ഇഷ്ടക്കേട്ടുള്ള ഒരു കാര്യമല്ല അത്. അള്ളാഹുവിന് ഇഷ്ടമാണ് അടിമകളുടെ പാവങ്ങൾ പുറത്തു കൊടുക്കുക എന്നുള്ളത്. അടിമകൾ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ തൗബ സ്വീകരിക്കുക എന്നുള്ളത്, അടിമകൾ ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത്, ഇതൊക്കെ അള്ളാഹു ഇഷ്ടമുള്ള കാര്യമാണ്. അതാണ് തുഹിബ്ബുൽ അഫ്വ, അള്ളാഹു നിനക്ക് അഫ്വ് ഇഷ്ടമാണ് എന്ന് പറയുന്നത്. വയുഹിബ്ബു അൻ യഅഫു അൻ ഇബാദിഹി, അടിമകളിൽ നിന്ന് അല്ലാഹു തആല അവർക്ക് അഫ്വ് നൽകാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബു മിൻ ഇബാദിഹി അൻ യഅഫു ബഅ്ദുഹും അൻ ബഅ്ദിൻ, മാത്രമല്ല അള്ളാഹുവിന്റെ നാമങ്ങളോ വിശേഷണങ്ങളോ എന്തോ ആവട്ടെ, അതെല്ലാം അടിമകൾക്ക് യോജിച്ച രീതിയിൽ അടിമകളിൽ അതുണ്ടാകണം, അതിന്റെ അനന്തരഫലങ്ങൾ ഉണ്ടാകണം എന്ന് ഇഷ്ടപ്പെടുന്ന ആളുകൂടിയാണ് അല്ലാഹു തആല. അപ്പോ അടിമകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച കാണിക്കാനും അഫ്വ് കാണിക്കാനും പുറത്തു കൊടുക്കാനും എല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് തുഹിബ്ബുൽ അഫ്വ എന്ന് പറഞ്ഞാൽ. فإذا عفا بعضهم عن بعض عاملهم بعفوه, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ, അഥവാ അടിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവരുമായിട്ടും അങ്ങനെ പിന്നെന്ത് ചെയ്യും, അള്ളാഹു തആല വിട്ടുവീഴ്ച നൽകി പാവങ്ങൾ മറച്ചു വെച്ച് പുറത്തു കൊടുത്ത് അള്ളാഹു തആല അവരോടും അതുപോലെയാകും. വഅഫൂഹു അഹബ്ബു ഇലൈഹി മിൻ ഉഖൂബതിഹി, അള്ളാഹു ശിക്ഷിക്കുന്നതിനേക്കാൾ, അഥവാ അള്ളാഹുവിന് ശിർക്ക് ചെയ്ത, കുഫ്ർ ചെയ്ത, ഹറാമുകൾ ചെയ്യുന്ന, തെറ്റുകൾ ചെയ്യുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അനുസരണക്കേട് കാണിക്കുന്ന ആളുകളെ ശിക്ഷിക്കുന്നതിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അടിമകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുക എന്നുള്ള. അവർ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ, അവർ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ, അവർ ഇഅ്തിറാഫു ദംബ്, പാപങ്ങൾ അംഗീകരിക്കുമ്പോൾ അത് പുറത്തു കൊടുക്കുക എന്നുള്ളത് അള്ളാഹു തആല വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതാണ് തുഹിബ്ബുൽ അഫ്വ. എന്നിട്ട് പിന്നെ ചോദിക്കുന്നു ഫഅഫു അന്നി, അതുകൊണ്ട് റബ്ബേ എനിക്ക് നീ ഈ അഫ്വ് നൽകണമേ, എന്റെ പാപങ്ങൾ പുറത്തു തന്ന് അതിന്റെ എല്ലാ കുറവുകളും എല്ലാം മറച്ചു വെച്ച് എനിക്ക് നീ പുറത്തു നൽകണമേ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് തുടർന്ന് പറയാണ്, വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അഊദു ബിറിളാക മിൻ സഖതിക് വഅഫ്വിക മിൻ ഉഖൂബതിക്. അഫ്വ് എന്നുള്ള പദം വന്നിട്ടുള്ള മറ്റൊരു ദുആ ഉണ്ട്, കുറച്ചുകൂടി ഉണ്ട് ആ ദുആയുടെ ഭാഗം. അതിലെ ഈ അഫ്വ് എന്ന ഭാഗം മാത്രം പറയുകയാണ്, അഊദു ബിറിളാക മിൻ സഖതിക്, അല്ലാഹുവേ നിന്റെ തൃപ്തിയെ കൊണ്ട്, അത് വസീലയാക്കിക്കൊണ്ട് നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. അള്ളാഹുവിന്റെ സിഫത്തുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്നതിൽ ഏറ്റവും വലിയ വസീലകളാണ്. ഏറ്റവും തവസ്സുൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ വസീലകൾ അള്ളാഹുവിന്റെ നാമങ്ങളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളുമെല്ലാമാണ്. അതുകൊണ്ട് തന്നെ ഈ അള്ളാഹുവിന്റെ തൃപ്തി എന്നതിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷവദിക്കാൻ, അതുപോലെ വഅഫ്വിക മിൻ ഉഖൂബതിക്, അള്ളാഹുവേ നിന്റെ അഫ്വിനെ മുൻനിർത്തിക്കൊണ്ട് നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. അപ്പോ ശിക്ഷയേക്കാൾ വലുതാണ് അഫ്വ് എന്നുള്ളത് കൊണ്ടും സഖത്തിനേക്കാൾ വലുതാണ് റിള എന്നതുകൊണ്ടുമാണ് ഒന്നിനെ മുൻനിർത്തി മറ്റേതിനെ ചോദിക്കുന്നത്. അപ്പോൾ ആ അഫ്വ് ഉഖൂബത്തിനേക്കാൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്ന് ഈ ദുആയിലൂടെ മനസ്സിലാക്കാം. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നു, ലമ്മാ അറഫൽ ആരിഫൂന ജലാലഹു, അള്ളാഹുവിനെ മനസ്സിലാക്കിയവർ അള്ളാഹുവിന്റെ മഹത്വത്തെ മനസ്സിലാക്കുന്ന സമയത്ത്, അള്ളാഹുവിന് കൊടുക്കേണ്ട ഗാംഭീര്യത്തെ മനസ്സിലാക്കുമ്പോൾ, ഖദഉ, അവർ അങ്ങേയറ്റം താഴ്മയുള്ള വിധേയത്വമുള്ള ആളുകളായിത്തീരുന്നു. വലമ്മാ സമിഅൽ മുദ്നിമൂന ബിഅഫ്വിഹി, പാപം ചെയ്യുന്ന ആളുകൾ, തെറ്റ് ചെയ്യുന്ന ആളുകൾ, അനുസരണക്കേട് കാണിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ അഫ്വിനെ കുറിച്ച് കേൾക്കുമ്പോഴോ, അള്ളാഹുവിന്റെ ഈ വിട്ടുവീഴ്ചയും പൊറുക്കലിനെയും കുറിച്ച് കേൾക്കുമ്പോഴോ, തമിഉ, അവർ അതിൽ പ്രതീക്ഷ വെക്കുന്നു, അവരത് ആഗ്രഹിക്കുന്നു, അവരത് കൊതിക്കുകയും ചെയ്യുന്നു. ലൗലാ തംഉൽ മുദ്നിബീന ഫിൽ അഫ്വി ലഹ്തറഖത് ഖുലൂബുഹും ബിൽയഅ്സി മിനർ റഹ്മ, ഈ പാപം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ അഫ്വിൽ പ്രതീക്ഷ ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിൽ അവർക്ക് ഒരു ആഗ്രഹമോ പ്രതീക്ഷയോ ഇല്ലായിരുന്നുവെങ്കിൽ, ലഹ്തറഖത് ഖുലൂബുഹും ബിൽയഅ്സി മിനർ റഹ്മ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശയറ്റ് അവരുടെ കൽബുകൾ കത്തിച്ചാമ്പലാകുമായിരുന്നു. അഥവാ അവർക്ക് നിരാശയിലായിക്കൊണ്ട് അവർ നഷ്ടക്കാരായി തീരുമായിരുന്നു. വലാകിന്നൽ ഖുലൂബ ഇദാ ദകറത് അഫ്വല്ലാഹ്, പക്ഷേ എത്ര തെറ്റുകൾ ചെയ്ത, എത്ര പാപങ്ങൾ ചെയ്ത, എത്ര തെമ്മാടിത്തരങ്ങൾ ചെയ്ത ആളുകളാണെങ്കിലും അള്ളാഹുവിന്റെ അഫ്വിനെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ, അള്ളാഹു പാപം ഓർക്കുന്നവനാണല്ലോ എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ,
ഇസ്തർവഹത് ഇലാ ബർദി അഫ്വിഹി, അള്ളാഹുവിന്റെ ആ അഫ്വിന്റെ തണുപ്പിലേക്ക് അവർ ചായുന്നതാണ്, അവരതിൽ റാഹത്ത് കണ്ടെത്തുന്നതാണ്. അഥവാ അതിനുവേണ്ടി അത് നേടിയെടുക്കാനുള്ള പണിയിലേക്ക് മാറുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ്. കാരണം ഈ റമളാനിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ജസാ അടുത്ത ഫസ്ലിൽ പറയുന്നുണ്ട്. അതിന്റെ ജസാ എന്ന് പറഞ്ഞാൽ മഗ്ഫൂറായി പുറത്തിറങ്ങുക എന്നുള്ളതാണ്, പാപങ്ങൾ പൊറുക്കപ്പെട്ടവനായിട്ട് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകിച്ചും അവസാനത്തെ 10 ഈ ദുആ ധാരാളമായി ചൊല്ലാൻ, അല്ലെങ്കിൽ ഈ ദുആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുമ്പോൾ പറയാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് രണ്ട് ബൈത്തുകൾ കൊടുക്കുന്നുണ്ട്. യാ കബീറ ദംബി അഫുല്ലാഹ് മിൻ ദംബിക അക്ബറു, നീ വലിയ പാപങ്ങൾ ചെയ്തവനെ, വലിയ തെറ്റുകൾ ചെയ്തവനെ, അള്ളാഹുവിന്റെ അഫ്വ് എന്നുള്ളത്, അള്ളാഹുവിന്റെ വിട്ടുവീഴ്ച എന്നുള്ളത് നിന്റെ പാപത്തേക്കാൾ വലുതാണ്. അക്ബറുൽ ഔസാരി ഫി ജംബി അഫ്വില്ലാഹി യസ്ഗറു, നിന്റെ അടുക്കൽ നീ കാണുന്ന ഏറ്റവും വലിയ തെറ്റുകൾ, ചെമ്മാടിത്തരങ്ങൾ, അതെല്ലാം അള്ളാഹുവിന്റെ അഫ്വിന്റെ അടുക്കൽ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും എന്ന്. കാരണം അതിനേക്കാൾ വിശാലമാണ് അള്ളാഹുവിന്റെ വിട്ടുവീഴ്ച എന്നത്. വൈന്നമാ അമറ ബിസുആലിൽ അഫ്വി ഫീ ലൈലത്തുൽ ഖദർ, ഈ ലൈലത്തുൽ ഖദറിൽ അള്ളാഹുവിനോട് അഫ്വ് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കൽപ്പിച്ചിട്ടുള്ളത് ബഅദൽ ഇജ്തിഹാദ് ഫിൽ അഅമാൽ ഫീഹാ വഫീ ലയാലിൽ അശർ, ദിവസങ്ങളിൽ അത് മാത്രം ചെയ്താൽ മതി എന്നാണോ? അല്ല, ആ ദിവസങ്ങളിൽ കഠിനമായി കർമ്മങ്ങളിൽ പരിശ്രമിച്ച് നമ്മൾ ധാരാളം കർമ്മങ്ങൾ ചെയ്ത് ഈ അവസാനത്തെ 10 കൂടുതൽ പണിയെടുത്തുകൊണ്ടാണ്. ലിഅന്നൽ ആരിഫീന യജ്തഹിദൂന ഫിൽ അഅമാൽ, അല്ലാഹുവിനെ അറിയുന്ന യഥാർത്ഥ അടിമകൾ അവരെങ്ങനെയാണ്? അവർ കർമ്മങ്ങളിൽ പരിശ്രമിക്കും. അല്ലാതെ ഒരു പണിയെടുക്കാതെ അവർ ഒന്നും ചെയ്യാതെ അവരിയ്ക്കുന്ന ആളുകളാവില്ല. അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയ ആളുകൾ അവരെ ഇബാദത്തുകളിൽ അഅമാലുകളിൽ ഏറ്റവും പരിശ്രമിക്കുന്നവരായിരിക്കും. ثم لا يرون لأنفسهم عملا صالحا ولا حالا ولا مقالا, പക്ഷേ എത്ര കർമ്മങ്ങൾ ചെയ്താലും അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയിരുത്ത ആളുകൾ അവർക്ക് ബോധ്യമാകും അവരുടെ സ്വന്തത്തിൽ ഞങ്ങളൊരു സൽക്കർമ്മവും ചെയ്തിട്ടില്ല, ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്, അവർക്കതൊന്നും പറയാനുള്ള ഒരു അർഹതയുമില്ലാത്ത അവസ്ഥയിൽ, ഞങ്ങൾ അള്ളാഹുവിനോടുള്ള കടമകൾ വീട്ടിയിട്ടില്ല എന്നുള്ള അവസ്ഥയിലായിരിക്കും അവർ. فيرجعون إلى سؤال العفو كحال المذنب المقصر, അത്രയും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ഉള്ള ആളുകളായിരിക്കും. പക്ഷെ അവർക്ക് സ്വന്തത്തിൽ തോന്നൂല ഞങ്ങൾ അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടിയിട്ടുണ്ട്, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. പക്ഷെ ഈ തോന്നലുള്ളത് കൊണ്ട് അവർ പിന്നെ ഈ അഫ്വ് ചോദിക്കുന്ന ഏതവസ്ഥയിലാണ്? മുദ്നിബിൽ മുഖസ്സിർ, കുറവുകൾ വരുത്തുന്ന, ന്യൂനതകളുള്ള, പാപം ചെയ്തിട്ടുള്ള ഒരുവൻ എങ്ങനെയാണോ അള്ളാഹുവിനോട് അഫ്വിനെ ചോദിക്കുക, അങ്ങനെയായിരിക്കും ഈ റമളാനിൽ മുഴുവൻ പണിയെടുത്ത് പരിശ്രമിച്ച ആളുകൾ അവസാനത്തിൽ അള്ളാഹുവിനോട് അഫ്വിനെ ചോദിക്കുക. ചില ബൈത്തുകൾ കൊടുക്കുകയാണ്. യാ റബ്ബി അബ്ദുക ഖദ് അതാക വഖദ് അസാഅ വഖദ് ഹഫാ, റബ്ബേ നിന്റെ അടിമ ഇതാ നിന്റെ അടുക്കലേക്ക് വരുന്നു, ഒരുപാട് ധിക്കാരങ്ങൾ ചെയ്തിട്ടുണ്ട്, അനുസരണക്കേടുകൾ ചെയ്തിട്ടുണ്ട്. യക്ഫീഹി മിൻക ഹയാഉഹു മിൻ സൂഇ മാ ഖദ് അസ്ലഫ, നിന്നിൽ നിന്ന് അവനാകെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചുള്ള ലജ്ജയാണ്. ചെയ്തു പോയല്ലോ എന്നുള്ള ലജ്ജയോട് കൂടിയാണ് അവൻ വന്നിട്ടുള്ളത്. ഹമല ദുനൂബ അല ദുനൂബിൽ മൂബിഖാതി വസ്റഫ, പാപങ്ങളുടെ മേൽ പാപങ്ങൾ ചെയ്ത് അതിനുമേൽ പാപങ്ങൾ ചെയ്ത് അവൻ ഇസ്രാഫിലായിക്കൊണ്ട് പരിധി ലംഘിച്ച് പാപങ്ങൾ മുഴുകിയിട്ടുണ്ട്. വഖദ് ഇസ്തിജാറ ബിദൈലി ഉഫ്വിക മിൻ ഇഖാബിക മുൽഹിഫ, അവനിതാ നിന്റെ അഫുവിന്റെ പിന്നാലെ ആയിക്കൊണ്ട്, നിന്റെ അഫിനോട് ചേർന്നുകൊണ്ട്, അതിന്റെ പിന്നാലെ കൂടിക്കൊണ്ട് നിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വരികയാണ്. യാ റബ്ബി ഫഅഫു വആഫിഹി ഫലഅൻത ഔലാ മൻ അഫ, അതുകൊണ്ട് റബ്ബേ നീ വിട്ടുവീഴ്ച ചെയ്യുക, അവന് ആഫിയത്ത് കൊടുക്കുക, അവന് വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുക്കുക, നീയാണ് ആ വിട്ടുവീഴ്ച നൽകാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളവൻ എന്നുള്ള നിലക്ക് പറയുകയാണ്. അപ്പോ ഈ റമളാനിലെ അവസാനം ഇത് ചെയ്യുന്നത് പാപം ചെയ്തവർ മാത്രമല്ല ഈ അഫ്വിനെ ചോദിക്കുന്നത്. എത്ര സൽക്കർമ്മങ്ങൾ ചെയ്ത് പരിശ്രമിച്ച ആളുകളും ഒരു പാപിയെ പോലെ അള്ളാഹുവിനോട് അഫ്വിനെ ചോദിക്കും. അടുത്ത മജ്ലിസ് സാദിസ് ഈ റിസാലയിലെ അവസാനത്തെ ഫസ്ലായി കൊണ്ട് കൊടുത്തിട്ടുള്ളതാണ്. ഫി വിദാഇ ശഹ്രി റമളാൻ, ഷഹ്റു റമളാൻ വിട പറയുമ്പോൾ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നാളത്തോടു കൂടി ഈ റിസാലയുടെ, നാളെയോ ചിലപ്പോൾ ഇന്നത്തോടു കൂടി ഈ റിസാല നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. അവസാനത്തെ 10 പല ആളുകളും ഇത്തികാഫും അതുപോലെ തന്നെ ധാരാളം ഇബാദത്തുകളുമായി മുഴുകേണ്ട സമയമാണ്. അതുകൊണ്ടാണ് ഷഹ്റു റമളാൻ വിട പറയുമ്പോൾ ഉള്ള കാര്യം ഇപ്പോൾ തന്നെ നമ്മൾ വായിക്കുന്നത്.
ഇത് ശരിക്കും അതിന്റെ അവസാനത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ അറിഞ്ഞാൽ നമുക്ക് അവസാനത്തിൽ റമളാനിന്റെ അവസാനത്തിൽ ഇതിന്റെ ഗൗരവത്തിൽ ആലോചിക്കാൻ വേണ്ടി സാധിക്കും. في الصحيحين من حديث أبي هريرة عن النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. قال من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه ومن قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه. ആ ശയം പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. وفيهما أيضا من حديث أبي هريرة أيضا عن النبي صلى الله عليه وسلم മറ്റൊരു റിവായത്തിൽ ഇങ്ങനെയും കാണാം. قال من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. وقد روي أن الصائمين يرجعون يوم الفطر مغفورا لهم. ഇതുപോലെ ഇങ്ങനത്തെ വേറെ റിവായത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഹദീസിന്റെ വേറെ റിവായത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, യൗമുൽ ഫിത്തറിലേക്ക് അല്ലെങ്കിൽ റമളാൻ കഴിഞ്ഞിട്ട് ഈദ് ആവുമ്പോഴേക്ക് ഒരു നോമ്പുകാർ അവർക്ക് പൊറുക്കപ്പെട്ട അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ട അവസ്ഥയിലാണ് അവർ എത്തിച്ചേരുന്നത്. വഅന്ന യൗമുൽ ഫിത്തറി യുസമ്മ യൗമുൽ ജവായിസ്. യൗമുൽ ഫിത്തറിനെ അഥവാ ഈദിനെ പറയപ്പെടുന്നത് യൗമുൽ ജവായിസ് എന്നുള്ളതാണ്, അഥവാ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം അല്ലെങ്കിൽ പ്രതിഫലത്തിന്റെ ദിവസം, പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ദിവസം എന്നുള്ള നിലയ്ക്ക്. വഫീഹി അഹാദീഹു വഈഫത്തുൻ. അത് ആ ആശയത്തെ ഈദുൽ ഫിത്തറിന്റെ പേര് അതാണെന്ന് അറിയിക്കുന്ന വഈഫായ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. വാക്കുകൾക്കിടയിൽ യൗമുൽ ജവായിസ് എന്നുള്ളതിനെ ഈദുൽ ഫിത്തറിനെ പറ്റി പറയാറുണ്ട്. യൗമുൽ ജവായിസ് എന്നാൽ ഈദിന് പൊതുവെ യൗമുൽ ജവായിസ് എന്ന പേരിൽ പറയാറുണ്ട്. ഇദാ കമ്മല സ്വായിമൂന സിയാമ റമളാൻ വഖിയാമഹു. ഒരു നോമ്പുകാരൻ അഥവാ റമളാനിൽ നോമ്പ് നോൽക്കുന്ന ഒരുവൻ അവന്റെ റമളാനിലെ നോമ്പും രാത്രിസ്കാരവും എല്ലാം അതിന്റെ എല്ലാം ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും അതിന്റെ പരിപൂർണതയിൽ അവൻ നിർവഹിക്കുകയാണ് എങ്കിൽ ഫഖദ് വഫൗ മാ അലൈഹി മിനൽ അമൽ. അവന്റെ മേലെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അവന്റെ മേലെ ബാധ്യതയായിട്ടുള്ള കാര്യം അവൻ വീട്ടിയിരിക്കുന്നു, അവൻ ചെയ്തു വീട്ടിയിരിക്കുന്നു, അവൻ അതിനെ ചെയ്തു വീട്ടിയിട്ടുണ്ട്. വബഖിയ മാ ലഹും മിനൽ അജ്ർ. അപ്പൊ അവന്റെ മേലെയുള്ള കടമ അവൻ ചെയ്തു വീട്ടിയിട്ടുണ്ട് എങ്കിൽ പിന്നെ അവന് ബാക്കിയായിട്ടുള്ളത് എന്താണ്? അവന് പ്രതിഫലം കിട്ടുക എന്നുള്ളതാണ്. വഹുവൽ മഗ്ഫിറ. എന്താണ് അപ്പൊ പ്രതിഫലം? റമളാനിൽ നിന്ന് സ്കരിക്കുന്നതിന്റെയും നോമ്പ് വെൽക്കുന്നതിന്റെ ഒക്കെ പിന്നെ പ്രതിഫലം, അവർക്കുള്ള ജവായിസ്, അവർക്കുള്ള പ്രതിഫലം എന്താണ്? പാപമോചനമാണ്, മഗ്ഫിറത്താണ്. ഫൈദാ ഖറജു യൗമ ഈദുൽ ഫിത്ർ ഇല സ്വലാ. ആ ഈദുൽ ഫിത്റിൽ അവർ നിസ്കാരത്തിലേക്ക് പുറപ്പെട്ടാൽ ഖുസ്സിമത് അലൈഹിം ഉജൂറുഹും. അവരുടെ പ്രതിഫലം, അവർക്ക് അവരുടെ അജ്ർ അവരുടെ ഇടയിൽ എന്താകുന്നു? വീതിക്കപ്പെടുന്നു. അവരുടെ അജ്ർ അവിടെ വീതിക്കപ്പെടുന്നു. ഫറജഉ ഇലാ മനാസിലിഹിം വഖദ് ഇസ്തൗഫഉൽ അജ്റ വസ്തക്മലൂഹു. അങ്ങനെ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നത് അവരുടെ പ്രതിഫലം, അവർ ചെയ്ത കർമ്മങ്ങൾക്ക് ആ കണക്കൊത്ത പ്രതിഫലം കിട്ടി പൂർത്തിയായി ലഭിച്ച അവസ്ഥയിലാണ്. അഥവാ പണിയെടുക്കുന്നു റമളാനിൽ, അതിനുള്ള പ്രതിഫലം ഈദുൽ ഫിത്ർ ലഭിച്ച അവസ്ഥയിലാണ് അവർ വീട്ടിലേക്ക് മടങ്ങുന്നത്. അതാണ് ആ പേര് പറയാനുള്ള കാരണം. മൻ വഫാ മാ അലൈഹി മിനൽ അമലി കാമിലൻ. ആരാണോ ആ കർമ്മങ്ങൾ ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ ചെയ്തു കൂട്ടുന്നത് ഉഫിയ ലഹുൽ അജ്റു കാമിലൻ. അവർക്കുള്ള പ്രതിഫലവും പരിപൂർണമായി നൽകപ്പെടും. അഥവാ നമ്മൾ മുമ്പേ പറഞ്ഞു, നോമ്പിന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ രീതിയിലായിരിക്കണം ഒരാൾ നോമ്പ് നിൽക്കേണ്ടത്. ആ രീതിയിലുള്ള നോമ്പ് പരിപൂർണമായിട്ടാണ് അവനുള്ളത് എങ്കിൽ അവന്റെ പ്രതിഫലവും പരിപൂർണമായിട്ട് അവന് കിട്ടും. വമൻ സല്ലമ മാ അലൈഹി മുവഫറൻ തസല്ലമ ലഹു നഖ്ദൻ ലാ മുഅഖറൻ. ആരാണോ അവന്റെ ചരക്കുകൾ ഏറ്റവും നല്ല രീതിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, അവന്റെ അതിനുള്ള പണം, അതിനുള്ള നാണയങ്ങൾ വൈകാതെ അവന് തിരിച്ചു കിട്ടുകയും ചെയ്യും. അതായത് ഒരു സാധനം കൊടുത്ത് തിരിച്ചു കിട്ടും. അപ്പൊ അതായത് ചെയ്ത കർമ്മങ്ങൾക്ക് പ്രതിഫലം അള്ളാഹു വൈകിപ്പിക്കില്ല, അള്ളാഹു നൽകും എന്ന നിലക്കാണ് പറയുന്നത്. അപ്പൊ കർമ്മങ്ങൾ എന്തായിരിക്കണം? കൃത്യമായിരിക്കണം. അതില് എന്തെങ്കിലും കുറവുകൾ വന്ന്, അതിൽ ന്യൂനതകൾ വന്ന്, സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണങ്ങൾ വന്ന്, അല്ലെങ്കിൽ പാപങ്ങൾ വന്ന്, ഗീബത്ത് വന്ന്, നമീമത്ത് വന്ന്, അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, സംസാരങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ കർമ്മം പരിപൂർണ്ണമല്ല. അപ്പൊ പ്രതിഫലത്തിലും കുറവുണ്ടാകും. കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിലയും കൃത്യമായി കിട്ടും. ഖാല സൽമാൻ അത് സെൽഫുകൾപ്പെട്ടാണ്. സൽമാൻ ഫാരിസ് റളിയല്ലാഹു കൊടുത്തിട്ടില്ല, അല്ലാഹു അലം. എന്തായാലും മുൻഗാമികൾപ്പെട്ട സെൽഫുകൾപ്പെട്ട വ്യക്തി അസ്സലാത്തു മിക്യാലുൻ. അദ്ദേഹം പറഞ്ഞു, നിസ്കാരം എന്നുള്ളത് മിക്യാലാണ്. മിക്യാൽ എന്ന് പറഞ്ഞാൽ പിന്നെ തൂക്കി കൊടുക്കുന്ന അവസ്ഥക്കാണ് പറയുക. പിന്നെ അളന്നു കൊടുക്കുന്ന ഒരു അളവുകോലായിട്ടുള്ളത് പറയാം. ഫമൻ വഫ, നിസ്കാരം ഒരു അതുപോലെ അളന്നു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഫമൻ വഫ ഉഫിയ ലഹു. ആരാണോ അളവ് കൃത്യമായിട്ട്
കൊടുക്കുന്നത് അവന് കൃത്യമായിട്ട് അതിന് പ്രതിഫലം നൽകപ്പെടും. വമൻ തൊഫസ, ഇനി ആരാണോ അതിന്റെ അളവിലൊക്കെ കൃത്രിമം കാണിക്കുന്നത്, ഒരു കാര്യം കച്ചവടക്കാർ ഇപ്പൊ അളന്നു കൊടുക്കാന്ന് വിചാരിക്കുക, ആ അളന്നു കൊടുക്കുന്ന സമയത്ത് ആരാണോ അതിൽ കൃത്രിമം കാണിക്കുന്നത്, ഫഖദ് അലിംതും മാ ഖീല ഫിൽ മുത്തഫിഫീൻ, അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ് മുത്തഫിഫീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പറയപ്പെട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയുന്നതാണ്. വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ കൃത്രിമം കാണിക്കുന്ന, കൊടുക്കലും വാങ്ങലിലും ഒക്കെ കൃത്രിമം കാണിക്കുന്ന കച്ചവടക്കാരെല്ലാം ശപിച്ചുകൊണ്ട് ആ ആയത്തിന്റെ തഫ്സീറുകളിൽ ഉലമാക്കൾ പറഞ്ഞത് കാണാം. ഇത് ഏത് വിഷയത്തിലും ആ മുത്തഫിഫ് ആവുക അല്ലെങ്കിൽ കൃത്രിമം കാണിക്കുന്നവരുടെ ഒക്കെ അവസ്ഥ അതാണ്. അപ്പോ ഇബാദത്തുകളിൽ, നിസ്കാരത്തിൽ, നോമ്പിൽ, ദിക്റിൽ, ഖുർആൻ പാരായണത്തിലൊക്കെ ഇതുപോലെയുള്ള കൃത്യതയില്ലാതെ, ഒരു പരിപൂർണതയില്ലാതെ, അതിന് വീട്ടിക്കൊടുക്കേണ്ട ഹക്ക് വീട്ടിക്കൊടുക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചായിരിക്കും അതിന്റെ പ്രതിഫലം ഉണ്ടാവുക. ഫസിയാമു വസായിറുൽ അഅമാലി അലാ ഹാദൽ മിൻവാൽ, നോമ്പാവട്ടെ ബാക്കി ഏത് കർമ്മമാവട്ടെ അതുകൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് എന്താ കിട്ടുക എന്നുള്ളത് ഇത് പരിഗണിച്ചായിരിക്കും. മൻ വഫാഹ, ആരാണോ അതിനോട് വഫാ കാണിക്കുന്നത്, അതിനോട് അത് പൂർത്തീകരിച്ച് കൊടുക്കുന്നത്, ഫഹുവ മിൻ ഖിയാരി ഇബാദില്ലാഹിൽ മുവഫീൻ, അതവർ അള്ളാഹുവിന്റെ അടിമകളിൽ വഫാ കാണിക്കുന്ന ഉത്തമരായിട്ടുള്ള അടിമകളിൽപ്പെട്ടവരാണ്. വമൻ തഫഫ ഫീഹ, ആരാണോ അതിൽ കൃത്രിമം കാണിക്കുന്നത്, അതിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ കാണിക്കുന്നത്, അതിൽ കൃത്യമായിട്ട് കൊടുക്കാതെ കുറവ് പൂഴ്ത്തിവെപ്പൊക്കെ കാണിക്കുന്നത്, ഫവൈലുൽ മുത്തഫിഫീൻ, മുത്തഫിഫീങ്ങൾക്ക് നാശം. എന്നിട്ട് ഇതിനെ പറയാണ്, അമാ യസ്തഹി മൻ യസ്തൗഫി മിക്യാല ശഹ്വാതിഹി വയുതഫിഫു ഫീ മിക്യാല സിയാമിഹി വസലാത്തിഹി, അവൻ ലജ്ജിക്കുന്നില്ലേ, അല്ലെങ്കിൽ ഒരാൾ ലജ്ജിക്കുന്നില്ലേ അവന്റെ ശഹ്വത്തുകൾ പൂർത്തീകരിക്കുന്നതിൽ, അല്ലെങ്കിൽ ശഹ്വത്തുകൾ ചെയ്യുന്നതിൽ, അവന്റെ ഇച്ഛകൾ പൂർത്തീകരിക്കുന്നതിൽ അവൻ കൃത്യമായിട്ട് അത് പരിപൂർണമായിട്ട് പൂർത്തീകരിക്കുന്നു. എന്തെങ്കിലും ഒരു തെറ്റിനോടുള്ള താല്പര്യം തോന്നുമ്പോൾ അത് അതിന്റെ എല്ലാ ഇതിലും കൃത്യമായി ചെയ്യുന്നു. അല്ലെങ്കിൽ അവന്റെ ശഹ്വത്തുകൾ, ഇനിയിപ്പോ തെറ്റല്ലാതെ അവന്റെ ഏതൊരു ശഹ്വത്താവട്ടെ, അത് ഹലാലായതാവട്ടെ, ഇനി അത് ഹറാമായത് പരിധിക്ക് പോട്ടെ, അത് അവൻ പരിപൂർണമായി അതിന്റെ കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നു. വയുതഫിഫു ഫീ മിക്യാലി സിയാമിഹി വസലാത്തിഹി, പക്ഷെ അവന്റെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും എല്ലാം അളവ് തൂക്കി കൊടുക്കുമ്പോൾ അവൻ എന്ത് പറയുന്നു, അവൻ മുത്തഫിഫാകുന്നു. അതായത് അവൻ ആ കൃത്രിമം കാണിക്കുന്നു, കൃത്യമായത് വീട്ടിൽ കൊടുക്കുന്നില്ല. എന്നിട്ട് പ്രജ കൊടുക്കുന്ന അലാ ബുഅദൽ ലിമദിയൻ, അലാ ബുഅദൽ ലിമദിയൻ എന്നുള്ളത് ഇത് ഖുർആനിലെ ആയത്താണ്. കാരണം ഈ മുത്തഫിഫ് എന്നുള്ള ആയത്ത് ഇറങ്ങാനുള്ളത് അവരെ ഏത് സമൂഹത്തിലേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന് അയക്കപ്പെട്ട മദിയൻകാരിലേക്കായിരുന്നു. കാരണം അവർ ആ അളവിലും തൂക്കത്തിലും വലിയ കൃത്രിമം കാണിച്ചിരുന്നത് എന്ന അർത്ഥത്തിൽ സൂറത്ത് ഹൂദിലെ 95-ാമത്തെ ആയത്തിൽ അലാ ബുഅദൻ ലിമദിയന കമാ ബഅദത് സമൂദ് എന്നുള്ള ഒരു വാക്കാണ്. അതോ മദിയൻകാർക്ക് ഒരു നാശം, അവർക്ക് അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിന്ന് നാശം, അകൽച്ച, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ അകറ്റിയിരിക്കുന്നു എന്ന ആശയം പറയാനാണ് അത് വന്നിട്ടുള്ളത്. ഫിൽ ഹദീസി, മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, അസ്വഉൻ നാസി സരിഖതൻ അല്ലദീ യസ്രിഖു സലാതഹു, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കളവ് നടത്തുന്നവൻ എന്ന് പറഞ്ഞാൽ, കളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരത്തിൽ നിന്ന് കക്കുന്നവനാണ് എന്നത്. അവന്റെ നിസ്കാരത്തിൽ നിന്ന് കക്കുന്നവനാണ്. നിസ്കാരത്തിൽ കക്കാന്ന് പറഞ്ഞാൽ നിസ്കാരത്തിനൊരു ഹക്കുണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്, അതിന് വീട്ടിൽ കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അത് ബാഹ്യമായിട്ടുണ്ട്, ആന്തരികമായിട്ടുണ്ട്. അപ്പൊ അതൊന്നും നിസ്കരിക്കുന്നുണ്ടാവും, ഒരു ശ്രദ്ധയുണ്ടാവൂല, അല്ലെങ്കിൽ എന്താ ചെയ്യുന്ന ബോധം ഉണ്ടാവൂല, അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ അവന്റെ വസ്ത്രം നല്ലതാണോ, അല്ലെങ്കിൽ അവന്റെ സ്ഥലം നല്ലതാണോ, അതൊക്കെ ചെറുത്തും ഫർളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ, സുന്നത്തുകൾ പാലിക്കുന്നുണ്ടോ, അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ അവൻ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാതെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് നിസ്കാരത്തിൽ കട്ടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ വാക്കിനെ അറിയിക്കുന്ന ഒരു ഹദീസാണ്. അഥവാ ഒരു കാര്യം നമ്മൾ ഏറ്റവും പരിപൂർണമായ രീതിയിൽ വീട്ടിൽ കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് പറയാണ്, ഇദാ കാന ഉൽവൈലു ലിമൻ തഫഫഹ മിക്യാൽ ദുനിയ, ദുനിയാവിന്റെ ഒരു കാര്യത്തിൽ തന്നെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചവന് നാശമുണ്ട് എന്ന് അള്ളാഹു അറിയിച്ചിട്ടുണ്ട് എങ്കിൽ ഫകൈഫ ഹാലു മൻ തഫഫഹ മിക്യാൽ ദീൻ, എന്നാൽ ദീനിന്റെ വിഷയത്തിൽ അവൻ അളന്നു കൊടുക്കുന്നതിൽ അവൻ കൃത്രിമം കാണിച്ചാലോ, അവൻ കുറവ് വരുത്തിയാലോ. എന്നിട്ട് ഈ ആയത്ത് കൊടുക്കുകയാണ് സൂറത്തുൽ മഊൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ, നിസ്കരിക്കുന്നവർക്ക് നാശം. എങ്ങനെയുള്ളവരാണ്? എങ്ങനെയുള്ള നിസ്കാരക്കാർക്കാണ്?
അവർ നിസ്കാരത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല, നിസ്കാരം സമയത്ത് ചെയ്യണം എന്നുള്ള ശ്രദ്ധ ഉണ്ടാവില്ല, നിസ്കാരത്തിനകത്തും ശ്രദ്ധ ഉണ്ടാവില്ല, ആലസന്മാരായിക്കൊണ്ട് അശ്രദ്ധരായിക്കൊണ്ട് നിസ്കാരത്തിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്ക്. അപ്പോ വൈലുല്ലിൽ മുത്തഫിഫീൻ എന്നും പറഞ്ഞിട്ടുണ്ട്, വൈലുല്ലിൽ മുസല്ലീൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദുനിയാവിന്റെ വിഷയത്തിൽ കൃത്രിമം കാണിച്ച് പരിപൂർണമായി വീട്ടിൽ കൊടുക്കാതെ പൂർത്തീകരണം ഇല്ലാതെ ചെയ്താലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ ചെയ്താലൊക്കെ അതിന്റെ ദോഷമുണ്ട്. എന്നിട്ട് പറയാണ് ഗദൻ തുവഫൻ നുഫൂസു മാ കസബത് വയഹ്സുദു الزارعون ما زرعوا. നാളെ അതാ ഓരോരുത്തരും എന്താണോ അവൻ ചെയ്ത് കൂട്ടിയത്, അവൻ നേടിയിട്ടുള്ളത് അത് വീട്ടിൽ കൊടുക്കും. അന്ന് വിളവ് ചെയ്തവർ വിളവെടുക്കുന്നതാണ്. ഇൻ അഹ്സനു അഹ്സനു ലി അൻഫുസിഹിം വഇൻ അസാഉ ഫബിഅസ മാ സനഉ. നന്മ ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ സ്വന്തത്തിന് വേണ്ടിയിട്ടാണ് നന്മ ചെയ്തത്. മോശം ചെയ്ത പാപങ്ങൾ മുഴുകിയ ആളുകൾ അവർ ചെയ്തു കൂട്ടിയത് എത്ര മോശമാണ് എന്ന് പറയാം. അപ്പോൾ നാളെ ഇന്ന് എന്താണോ ചെയ്തത് അതിന്റെ പരിപൂർണതയ്ക്കനുസരിച്ചിട്ടാണ് കിട്ടുക. كان السلف الصالح മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾ يجتهدون في إتمام العمل وإكماله وإتقانه. അവർ കഠിനമായി പരിശ്രമിക്കാറുണ്ടായിരുന്നു കർമ്മം അതിന്റെ പൂർത്തീകരിക്കാനും അതിന്റെ ഏറ്റവും കൃത്യമായ നിലയിലാകാനും അതിന്റെ എല്ലാ പൂർത്തീകരണവും വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ثم يهتمون بعد ذلك بقبوله ويخافون من رده. എന്നിട്ട് കഴിഞ്ഞ എല്ലാ രീതിയിലും നല്ല രീതിയിൽ ചെയ്തു, എല്ലാം ഇഖ്ലാസും റിയാവൊന്നുമില്ല, ദിക്റൊന്നുമില്ല, എല്ലാ ഇഖ്ലാസും സിദ്ഖും പൂർത്തിയായി, ഇത്തിബാഅ് കറക്റ്റാണ്, വേറെ കുറവുകളൊന്നുമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു, ശ്രദ്ധയോടുകൂടി സ്കെച്ച് ഒക്കെ ചെയ്തിട്ട് അഞ്ഞൊക്കെ റെഡിയായി പൂർത്തിയായി നിലക്കാണോ? അല്ല. പിന്നെ അവർ ശ്രദ്ധിക്കാറുള്ളത് അവർക്കുണ്ടാകുന്ന ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ, ഇത് അല്ലാഹു തആല എങ്ങാനും സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള പേടിയാണ് അവർക്ക് ഉണ്ടാവുക. വഹഉലാഇൽ ലദീന യുതൂന മാ അതൗ വഖുലൂബുഹും വജില. അവരാണ് സൂറത്തുൽ മുഅ്മിനൂനിലെ 60-ാമത്തെ ആയത്തിൽ പറഞ്ഞത് നൽകേണ്ടതെല്ലാം നൽകിയിട്ട് കൽബിൽ ഭയമുള്ള ആളുകൾ എന്ന് പറഞ്ഞത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല സലഫുകളിലും സഹാബികളിൽപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞൊരു വാക്കാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും എന്നിൽ നിന്ന് ഒരു സുജൂദോ ഒരു ദിനാറിന്റെ സ്വതക്കയോ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ മരണത്തെ കൊതിക്കുമായിരുന്നു എന്ന്. കാരണം കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് മുത്തഖീങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു തആല ഒരു കർമ്മം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത്രയും മഹത്തരമായിട്ട് അവർ അതിനെ കണ്ടിരുന്നു. അപ്പോ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാവും. ചില ആളുകൾ നാളെ പരലോകത്ത് വരുന്നത് കാണാം, അവരുടെ കർമ്മങ്ങൾ ഒരുപാടുണ്ടാകും, ഒരുപാട് ചിലപ്പോൾ 60 സമാനം കർമ്മങ്ങൾ ഉണ്ടാവും. പക്ഷെ അല്ലാഹു തആല സ്വീകരിക്കാതിരിക്കുന്ന ബാക്കി പല കാരണങ്ങളും അപ്പുറം സംഭവിച്ചിട്ടുണ്ടാകും. അത് ആലോചിച്ച് നോക്കി, നഊദു ബില്ലാഹ്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതാണ് ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് വല്ലദീന യുതൂന മാ അതൗ വഖുലൂബുഹും വജില. ഈ ആയത്ത് പാരായണം ചെയ്തപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി, ഈ കൂട്ടർ അവരാരാണ്? അഹുമുൽ ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ, കട്ടെടുക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ വ്യഭിചരിക്കുന്ന ആളുകൾ, കള്ളുകുടിക്കുന്ന ആളുകൾ, അവരെ പറ്റിയാണോ പറയുന്നത്? അഥവാ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് പേടിക്കുന്ന ആളുകൾ അവരാണോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, അവരല്ല അത്. ഹുമുൽ ലദീന യുസല്ലൂന വയസൂമൂന വയതസദ്ദഖൂൻ, അവർ നിസ്കരിക്കുന്നവരും നോമ്പ് നോൽക്കുന്നവരും അതുപോലെ സദഖ കൊടുക്കുന്നവരൊക്കെയാണ്. പക്ഷേ യഖാഫൂന അല്ലാ യതഖബ്ബല അല്ലാഹു മിൻഹും, പക്ഷെ അവർ പേടിക്കുന്നു അവരിൽ നിന്ന് അല്ലാഹു തആല അത് സ്വീകരിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുമോ എന്ന് പേടിക്കുന്നവരെ പറ്റിയിട്ടാണ് ഈ ആയത്തിൽ പറഞ്ഞത് എന്ന്. അപ്പോ തെറ്റ് ചെയ്തിട്ട് പേടിക്കുന്ന ആളുകളെ പറ്റിയിട്ടല്ല, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തിട്ട് ഇതെങ്ങാനും സ്വീകരിക്കാതിരിക്കുമോ എന്ന് പേടിക്കുന്ന ആളുകളാണ്. അപ്പൊ റമളാനിന്റെ അവസാനത്തിൽ നമുക്ക് പ്രധാനമായിട്ട് ഉണ്ടാകേണ്ട ഒരു ചിന്തയാണ് കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് പറയാം. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണത്. എപ്പോഴാണത് പറയുന്നത്? അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ സ്ഥലത്ത് അള്ളാഹു പറഞ്ഞതുപോലെ ഒരു ഭവനം നിർമ്മിച്ചിട്ട് അവസാനം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പറയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. അപ്പോ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു തആല ചെറുതോ വലുതോ ആവട്ടെ, എത്ര നിസ്സാരമായതാവട്ടെ, എത്ര വലിയ കർമ്മമാവട്ടെ, അത് സ്വീകരിക്കാതിരിക്കാനുള്ള ഒരുപാട് തടസ്സങ്ങൾ അവിടെ ഉണ്ടാകും. നമ്മൾ പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അതൊന്നും ഇല്ലാതെ ഈ കർമ്മങ്ങൾ അതെല്ലാം പുറത്തു തന്ന് അതെല്ലാം ഒഴിവാക്കി തന്ന് ഈ കർമ്മങ്ങൾ കുറച്ചേ നമ്മുടെ കയ്യിലുള്ളൂ,
അതെങ്കിലും സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ധാരാളമായി പറയുകയും സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള പേടിയും സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ ഈമാൻ ഉള്ള ഒരാളായി തീരുന്നത്. റുവിഅൻ അലിയിൻ ഖാല, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ധരിക്കപ്പെട്ട ഒരു അസറിൽ കാണാം, കൂനു ലി ഖബൂലിൽ അമൽ അശദ്ദ ഇഹ്തിമാമു മിൻകും ബിൽ അമൽ. കർമ്മത്തിനെ കുറിച്ചുള്ള ചിന്തയേക്കാൾ നിങ്ങൾക്ക് ചിന്ത ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം ആ കർമ്മം സ്വീകരിക്കപ്പെടുന്നതിലായിരിക്കണം. അല്ലെങ്കിൽ കർമ്മങ്ങൾ കുറേ ചെയ്യാം, ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല, ചെയ്യാം. പക്ഷേ അതിനേക്കാൾ നിങ്ങളുടെ ചിന്തയും ശ്രദ്ധയും ഉണ്ടായിരിക്കേണ്ടത് ആ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതിലായിരിക്കണം. അലം തസ്മഉല്ലാഹ അസ്സ വജൽ യഖൂൽ, നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു തആല മുത്തഖീങ്ങളിൽ നിന്നാണ് അത് സ്വീകരിക്കുക എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ തഖ്വയുള്ളവരെ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അതിനുള്ള പണി കൂടുതൽ ശ്രദ്ധിക്കണം. വഖാല മാലിക് ഇബ്നു ദീനാറിൻ, സലഫുകൾപ്പെട്ട താബിയായിട്ട് മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു കാണാം, അൽ ഖൗഫ് അലൽ അമലി അല്ലാ യതഖബ്ബല അശദ്ദു മിനൽ അമൽ. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടില്ലയോ എന്നുള്ള പേടി അത് അമലിനേക്കാൾ ഗൗരവത്തിലുണ്ടാകേണ്ട ഒരു കാര്യമാണ്, അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഷഹ്റു റമളാൻ എന്നിട്ട് മുറജബ് പറയാണ്, റമളാൻ മാസം എന്നുള്ളത് തക്സുറു ഫീഹി അസ്ബാബുൽ ഗുഫ്റാൻ, പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള പാപമോചനത്തിനുള്ള കാരണങ്ങൾ ധാരാളമാണ്. ഫമിൻ അസ്ബാബിൽ മഗ്ഫിറതി ഫീഹി, ആ മാസത്തിലെ മഗ്ഫിറത്ത് ലഭിക്കാൻ, പാപമോചനം ലഭിക്കാനുള്ള കാരണങ്ങൾ പെട്ടതാണ് സിയാമുഹു വഖിയാമുഹു വഖിയാമു ലൈലത്തുൽ ഖദ്രി ഫീഹി, അതിലെ നോമ്പ്, അതിലെ രാത്രി നിസ്കാരം, അത് ലൈലത്തുൽ ഖദറിലെ രാത്രി നിസ്കാരം, കമാ സബഖ് മുമ്പ് പറഞ്ഞതുപോലെ. വമിൻഹാ തഫ്തീറു സുവാമി വത്തഖ്ഫീഫ് അനിൽ മംലൂക്ക്, അതിൽപ്പെട്ട കാര്യമാണ് നോമ്പുകാർക്ക് നോമ്പ് തുറപ്പിക്കുക, അതുപോലെ തന്നെ തന്റെ കീഴിലുള്ള ജോലിക്കാർക്ക്, അടിമകളാവട്ടെ മറ്റു ജോലിക്കാരാവട്ടെ, അവർക്ക് ലഘുവാക്കി കൊടുക്കുക. നോമ്പുള്ള സമയത്ത് തന്റെ കീഴിലുള്ള ജോലിക്കാർക്കും പണിക്കാർക്കും ഒക്കെ നോമ്പുണ്ടാവും. അപ്പോൾ ഒരാളുടെ വീട്ടിലുള്ള അയാളുടെ ഭാര്യയാണെങ്കിലും അയാളുടെ ജോലിക്കാരാണെങ്കിലും ആർക്കാണെങ്കിലും അവർക്കൊക്കെ നോമ്പുണ്ട്. അപ്പൊ അവരുടെ പണികൾ കുറച്ചു കൊടുക്കുക, അവർക്ക് പണി കുറച്ചു കൊടുക്കുക. ചില ആളുകൾ ധാരണ കാണാം, സ്വന്തം വീട്ടിലെ ഭാര്യമാർക്കൊക്കെ ജോലിയുണ്ട് അല്ലെങ്കിൽ നോമ്പുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം, അവർക്കുള്ള കാര്യങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ കുറെ വിഭവങ്ങൾ അതൊക്കെ വേണമൊക്കെ ഉണ്ടാക്കണം, അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ. അങ്ങനെയല്ല, അത് ഹദീസ് വന്നിട്ടുള്ളതാണ്. പിന്നെ മറ്റു ചില അസറുകൾ, സഹാബികളുടെ വാക്കുകൾ വന്നിട്ടുള്ള കാര്യമാണ്. നോമ്പുകാരനായിരിക്കുമ്പോൾ കീഴിലുള്ള ഖാദിമുകൾക്കും മംലൂക്കുകൾക്കുമെല്ലാം എളുപ്പമാക്കി കൊടുക്കുക, ലഘുവാക്കി കൊടുക്കുക എന്നുള്ളത്. വമിൻഹ ദിക്റു, അതുപോലെ തന്നെ നോമ്പിൽ പാപമോചനം ലഭിക്കാനുള്ള ഒരു കാരണമാണ് ദിക്ർ, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്. വമിൻഹൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത്. അൽ ഇസ്തിഗ്ഫാർ തലബുൽ മഗ്ഫിറ, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കലാണ്. വദുആഉ സ്സായിമി യുസ്തജാബു ഫീ സിയാമിഹി വഇൻദ ഫിത്രിഹി, നോമ്പുകാരന്റെ ദുആ അവന്റെ നോമ്പിലും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തുമെല്ലാം ഉത്തരം ചെയ്യപ്പെടുന്ന ദുആ ആണ്. വലിഹാദ, അതുകൊണ്ടാണ് കാൻ ഇബ്നു ഉമർ ഇദാ അഫ്തറ യഖൂൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നോമ്പ് തുറക്കുന്ന സമയത്ത് എന്ത് പറയാറുണ്ടായിരുന്നു? അല്ലാഹുമ്മ യാ വാസിയൽ മഗ്ഫിറ ഇഗ്ഫിർ ലീ, അല്ലാഹ് വിശാലമായ മഗ്ഫിറത്തുള്ളവനെ എനിക്ക് നീ പാപങ്ങൾ പുറത്തു നൽകണമേ എന്ന് ആര് ചോദിക്കാറുണ്ടായിരുന്നു? ഇബ്നു ഉമർ നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഫലമ്മാ കസുറത് അസ്ബാബുൽ മഗ്ഫിറതി ഫി റമളാൻ, റമളാനിലെ ഈ ധാരാളം കാരണങ്ങൾ, പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണങ്ങൾ ധാരാളമുണ്ട് എന്നുകൊണ്ട് തന്നെ കാന അല്ലദീ തഫൂതുഹുൽ മഗ്ഫിറ ഫീഹി മഹ്റൂമൻ ഗായത്തുൽ ഹിർമാൻ, ഈ റമളാൻ കിട്ടിയിട്ടും, റമളാനിൽ ഈ അവസരം കിട്ടിയിട്ടും പാപമോചനം ലഭിക്കാത്തവൻ, അത് നേടാൻ സാധിക്കാത്തവൻ വലിയ നഷ്ടമാണ് അവന് സംഭവിച്ചിട്ടുള്ളത്. അവൻ വലിയൊരു നഷ്ടക്കാരനാണ്. في صحيح ابن حبان صحيح عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم صعد المنبر, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ മേൽ കയറി. ഫഖാല, എന്നിട്ട് ആ കയറുമ്പോൾ ആമീൻ 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 എന്നുള്ള 3 തവണ ആമീൻ എന്നുള്ള വാക്ക് പറഞ്ഞു. ഖീല യാ റസൂലല്ലാഹ്, അങ്ങനെ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, റസൂലേ ഇന്നക സഅദ്തൽ മിമ്പർ ഫഖുൽത ആമീൻ ആമീൻ ആമീൻ, നിങ്ങൾ മിമ്പറിൽ കയറുമ്പോൾ 3 തവണ ആമീൻ 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 എന്ന് പറഞ്ഞു.
ഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, എന്താണ് കാരണം എന്ന് ചോദിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ജിബ്രീല അതാനി, എന്റെ അടുക്കൽ ജിബ്രീൽ വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, മൻ അദ്റക ശഹ്റ റമളാൻ, ആർക്കാണോ റമളാൻ കിട്ടുന്നത്, അല്ലെങ്കിൽ റമളാനിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്, റമളാൻ പൂർത്തിയായി കിട്ടുന്നത്, ഫലം യുഗ്ഫർ ലഹു ഫദഖല അന്നാർ ഫഅബ്അദഹു അല്ലാഹ്, എന്നിട്ടും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിക്കുകയാണ്, ഫഅബ്അദഹു അല്ലാഹ്, അവനെ അല്ലാഹു തആല അകറ്റട്ടെ എന്ന് പറഞ്ഞു. ഖുൽ ആമീൻ, എന്നിട്ട് എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു. ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. വമൻ അദ്റക അബവൈഹി ഔ അഹദഹുമാ ഫലം യബറഹുമാ, രണ്ടാമത് പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം, ആർക്കെങ്കിലും ഉപ്പാനെയും ഉമ്മാനെയും കിട്ടുകയാണ്, എന്നിട്ട് അവരോട് പുണ്യം ചെയ്യുന്നില്ല, ഫമാത്ത, അങ്ങനെ അവൻ മരിച്ചു, ഫദഖല അന്നാർ, എന്നിട്ട് നരകത്തിൽ പ്രവേശിക്കുകയാണ്, ഫഅബ്അദഹു അല്ലാഹ്, അവനെ അല്ലാഹു അകറ്റട്ടെ എന്ന് പറഞ്ഞു. ഖുൽ ആമീൻ, എന്നിട്ട് ആമീൻ പറയാൻ പറഞ്ഞു. ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറയുകയും ചെയ്തു. വമൻ ദുക്കിർത ഇൻദഹു ഫലം യുസല്ലി അലൈക്, മൂന്നാമത് പറഞ്ഞു, നിന്നെ പറ്റി പരാമർശിക്കപ്പെട്ടിട്ട്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയപ്പെട്ടിട്ട്, ഫലം യുസല്ലി അലൈക്, നിങ്ങളുടെ മേലെ സ്വലാത്ത് ചെല്ലുന്നില്ല, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാമർശിക്കപ്പെട്ട് പേര് കേട്ട് അല്ലെങ്കിൽ പറയപ്പെട്ടിട്ട് അത് കേൾക്കുമ്പോ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചെല്ലുന്നില്ല എങ്കിൽ ഫമാറ്റ, അങ്ങനെ അവൻ മരണപ്പെടുകയാണ്, ഫദഖല അന്നാർ, അങ്ങനെ നരകാവകാശിയായിട്ടാണ്, നരകത്തിൽ പ്രവേശിക്കുകയാണ്, ഫഅബ്അദഹു അല്ലാഹ്, അവനെയും അല്ലാഹു അകറ്റട്ടെ. ഖുൽ ആമീൻ, ആമീൻ പറയാൻ പറഞ്ഞു. ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ ഈ ഹദീസിൽ 3 കാര്യങ്ങളുണ്ട്. 3ഉം ദീർഘമായി വിശദീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ അവസാനം പറയേണ്ടത്, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചെല്ലുന്നതിന്റെ പ്രാധാന്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ ബഖീലാണ്, ഏറ്റവും വലിയ പിശുക്കനാണ് എന്നാണ്. കാരണം നമുക്ക് ഏറ്റവും വലിയ ഉപകാരം ചെയ്തിട്ടുള്ള ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സൃഷ്ടികളിൽ. കാരണം ഈ ദീൻ എത്തിച്ചേരാൻ, നമുക്ക് ഈ ദീൻ പഠിപ്പിക്കാൻ, ഈ ദീനിനെ നിലനിർത്താൻ സ്വന്തം നാടും വീടും വിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് പല രീതിയിൽ നബിമാരിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്നുള്ളത്, എന്തെല്ലാം പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയൊക്കെ നേരിട്ടിട്ടും അവിടുന്ന് ഈ ദീനിന് വേണ്ടി, ഈ ദീൻ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി, ഇത് പിൻപറ്റുന്ന ആളുകൾ ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള, പരിശ്രമിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് ഏറ്റവും വലിയ ഉപകാരം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഉമ്മയേക്കാളും ഉപ്പയേക്കാളും. ഉമ്മയും ഉപ്പയും നമ്മൾ ഭൗതികമായി ഇവിടെ ജനിക്കാൻ കാരണമായവരാണ്, നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നവരാണ്. അതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് അവരോടുള്ള ഹക്ക് വിട്ടുകൊടുക്കണം. അവർ ദീനിയായിട്ടൊരു ഉപകാരം ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഭൗതികമായിട്ടുള്ള ഉപകാരങ്ങൾക്ക് അവരോടുള്ള അവകാശങ്ങൾ വിട്ടുകൊടുക്കണം. അവർ കാഫിറാണെങ്കിലും അവരോടുള്ള അവകാശങ്ങൾ വിട്ടുകൊടുക്കണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്തേക്ക് ഉപകരിക്കുന്ന, ദുനിയാവിലും നമുക്ക് ഏറ്റവും വലിയ ഖൈറുകൾ നേടാൻ കാരണമാകുന്ന ഈ ദീനിനെ എത്തിച്ചേരാൻ വേണ്ടി പരിശ്രമിച്ച ആളാണ്. അതുപോലെ തന്നെ സഹാബികളും. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമയിൽ പ്രധാനപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ചൊല്ലുക. പ്രത്യേക ചില സന്ദർഭങ്ങൾ, സമയങ്ങൾ അതുമുണ്ട്, വെള്ളിയാഴ്ച ദിവസങ്ങൾ പ്രത്യേകിച്ച്. പിന്നെ ഒരു ഹദീസിൽ രാവിലെയും വൈകുന്നേരവും 10 തവണ എന്ന് വന്നിട്ടുണ്ട്. അൽബാനി വഈഫാക്കിയിട്ടുണ്ടെങ്കിലും ഇമാം നവവിയും അതുപോലെ തന്നെ മറ്റു പല മുഹഖഖീങ്ങളും സഹിയാക്കിയിട്ടുള്ള ഒരു ഹദീസിന്റെ ആ വിഷയത്തിൽ. അതുപോലെ തന്നെ പിന്നെ വെള്ളിയാഴ്ചകളിൽ അല്ലാത്ത സമയങ്ങളിലൊക്കെ ദുആ ചെയ്യുമ്പോഴൊക്കെ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത് ഫضലുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം അതിൽ വന്നിട്ടുള്ളത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. അതിൽ ധാരാളം ആയത്തുകളിലും ഹദീസുകളിലും അള്ളാഹുവിനോടുള്ള കടമ കഴിഞ്ഞാൽ സൃഷ്ടികളിലുള്ള കടമ, അഥവാ ദീനിയായിട്ടുള്ള അള്ളാഹുവിനോട് റസൂലുള്ള കടമ കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടികളോട് ഭൗതികമായിട്ടുള്ള കടമകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർക്ക് ബിർറ് ചെയ്യുക എന്നുള്ളത്. അത് കാഫിറാണെങ്കിലും വേണം, മുഅ്മിനാണെങ്കിൽ ദീനിയായിട്ടുള്ള അറിവ് നൽകാനും അതിനുമായി ബന്ധപ്പെട്ടുകൂടി ശ്രമിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവരോട് കൂടുതൽ ഹക്കുണ്ടാവും. അങ്ങനെ ഒരുപാട് ഖൈറുകളുണ്ട്. അപ്പൊ ആ നിലക്ക് അവരോടുള്ള അവകാശങ്ങൾ വിട്ടുകൊടുക്കണം. പ്രത്യേകിച്ച് അവർ പ്രായാധിക്യത്തിൽ മറ്റുള്ളവരിലേക്ക് ആവശ്യക്കാരായി തീരുന്ന സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി ബിർറ് ചെയ്യണം, അവരുടെ പുണ്യം ചെയ്യണം. ഏതൊക്കെ നിലയിലാണ് അവരെ നോക്കാൻ സാധിക്കുക ആ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അത് സംഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും വലിയ അപകടമാണ്. ഈ 2 കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ സംസാരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് റമളാൻ കിട്ടിയിട്ടും, റമളാൻ ലഭിച്ചിട്ടും, റമളാനിൽ ജീവിക്കാൻ സാധിച്ചിട്ടും റമളാനിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഗ്ഫിറത്താണ്. മഗ്ഫൂറായി പുറത്തിറങ്ങുക എന്നുള്ളതാണ്, പൊറുക്കപ്പെട്ട അവസ്ഥയിൽ പുറത്തിറങ്ങുക എന്നുള്ളതാണ്. അത് ലഭിക്കാൻ അവന് സാധിച്ചിട്ടില്ല എങ്കിൽ അവന്റെ നോമ്പ് ശരിയായിട്ടില്ല, ഈ നോമ്പ് എടുത്തിട്ടില്ല, ഈ നോമ്പ് ശരിയായിട്ടില്ല, രാത്രി നിസ്കരിച്ചിട്ടില്ല, നിസ്കാരം ശരിയായിട്ടില്ല, ദിക്റില്ല, ഇസ്തിഗ്ഫാറില്ല, മറ്റുള്ളവർക്ക് നന്മ ചെയ്യലില്ല, മറ്റുള്ളവരെ നോമ്പ് ഉറപ്പിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും ചെയ്തിട്ടില്ല, അവനെ കൊണ്ട് സാധിക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല
എന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തൊരവസ്ഥയിലാണ് റമദാൻ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് എങ്കിൽ അവൻ അള്ളാഹു അകറ്റട്ടെ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആമീൻ പറയാൻ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. അപ്പോൾ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഈ ഹദീസ് കൊടുത്തിട്ട്. അപ്പോൾ പറഞ്ഞ വിഷയം എന്താണ്? ഇത്രയും കാരണങ്ങൾ മഗ്ഫിറത്തിന് ഉണ്ടായിട്ടും റമദാൻ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ല എങ്കിൽ അത് വലിയൊരു നഷ്ടവുമാണ്. ഒരു ബൈത്ത് കൊടുക്കുന്നുണ്ട്, തറഹല അശ്ശഹ്റു വലഹ്ഫാഹു വൻസറമ വഖ്തസ്സ ബിൽ ഫൗസി ഫിൽ ജന്നാതി മൻ ഖദമ. ഇതാ ഈ മാസം തീർന്നു പോവുകയാണ്. വളരെ ദുഃഖത്തോടു കൂടിയും വളരെ വിഷമത്തോടു കൂടിയും വേഗത്തിൽ അതാ തീർന്നു പോകുന്നു. അതിൽ പിന്നെ സ്വർഗം കൊണ്ട് വിജയം നൽകപ്പെടുന്ന ആളുകൾ ആരാണോ അത് യഥാർത്ഥ രൂപത്തിൽ അതിനെ പ്രവർത്തിച്ചിട്ടുള്ളത്, അതിനുവേണ്ടി പണിയെടുത്തിട്ടുള്ളത് അവരാണ്. വസ്ബഹൽ ഗാഫിലുൽ മിസ്കീൻ മുൻകസിറൻ മിസ്ലി ഫയാ വൈഹു യാ ഉൽമമ ഹരിമ. ദാ എന്നെ പോലെ കവി പറയാണ്, അശ്രദ്ധയിലായിട്ടുള്ള പിന്നെ സാധുക്കളായിട്ടുള്ള ആളുകൾ അവരതാ നഷ്ടം പറ്റിയവരായിക്കൊണ്ട് പൊട്ടിത്തകർന്ന് അവർ നിൽക്കുന്നു. എത്ര വലിയ കാര്യമാണ് അവർക്ക് നഷ്ടമായിട്ടുള്ളത്. മൻഫാതഹു الزرع في وقت البذار فما تراه يحسد الا الهم والندم. വിളവ് ചെയ്യേണ്ട സമയത്ത് അതൊന്നും ചെയ്യാതെ, ആ വിളവ് ചെയ്യേണ്ട സമയത്ത് അതൊന്നും ചെയ്യാതെ നിൽക്കുന്ന ആള് നാളെ പരലോകത്ത് വിളവ് കൊയ്യുന്ന സമയത്ത് നിരാശയും ഖേദവും മാത്രമേ വിളവ് കൊയ്യുകയുള്ളൂ. അഥവാ വിളവ് കൊയ്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിത്ത് പാകുന്ന സമയത്ത് അതിന് പണിയെടുക്കണം. അതാ പണിയെടുക്കാതെ മറ്റുള്ള ആളുകൾ വിളവ് കൊയ്യുന്ന സമയത്ത് ഇവരെന്താണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ദുനിയാവ് എന്നുള്ളത് വിളവ് വിതക്കാനുള്ള സമയമാണ്, വിത്ത് പാകാനുള്ള സമയമാണ്. അത് ചെയ്യാത്തവൻ നാളെ പരലോകത്ത് ഖേദവും നിരാശയുമാണ് വിളവെടുക്കുന്നത് ഉണ്ടാവുക എന്ന് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അസ്റിന് ശേഷം അതുപോലെയുള്ള ചിലപ്പോൾ ഇന്നോ നാളത്തോടു കൂടി നമുക്കിത് വായിച്ചു തീർക്കാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.